കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ സംരംഭക സംഗമം നടന്നു. പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മികച്ച സംരംഭകരെ അനുമോദിക്കുകയും ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംരംഭക സംഗമം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു. എന്നാലോചിച്ചത് കേരള സർക്കാരിന്റെ കുടുംബശ്രീ മിഷന്റെ വ്യവസായ വകുപ്പിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പിന്തുണയോടെ 2000-ഓളം സംരംഭക പ്രവർത്തനങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് ഈ സമയം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സംരംഭക പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന നിലയിൽ എളിയ സംഭാവനയാണെങ്കിൽ കൂടി 1,56,00,000 രൂപ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സബ്സിഡി ഇനത്തിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ചെലവിടുകയുണ്ടായി. 1,56,00,000 രൂപ ചെലവഴിക്കപ്പെട്ടു എന്നത് ഒരു വലിയ കാര്യമായി കരുതുന്നില്ലെങ്കിൽ പോലും പുതിയ സംരംഭക വർഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെതായിട്ടുള്ള ഇടപെടൽ നടത്താൻ ഞങ്ങൾക്കായി എന്ന സന്തോഷമാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. പ്രശാന്തി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഷീബ സർക്കാർ പദ്ധതികളെക്കുറിച്ച് വിശദീകരണം നൽകി. കുടുംബശ്രീ ജില്ലാ മിഷൻ ADM C. രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുചിത്ര MV, KP ശ്രീജയൻ, അരുൺ കാളിയത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ PM അനീഷ്, MV ഗോവിന്ദൻ, നൌഫൽ, ഗീതാ രാധാകൃഷ്ണൻ, സിന്ധു സുരേഷ്, ആശാദേവി, ഷിജിത ബിനീഷ്, സെക്രട്ടറി ആൽഫ്രഡ് സോജൻ എന്നിവർ സംസാരിച്ചു. സംരംഭക സംഗമത്തെ തുടർന്ന് മികച്ച സംരംഭകരെ പ്രത്യേകം അനുമോദിച്ചു. CCV ന്യൂസ്, പഴയന്നൂർ.